സീസൺ ആയി കഴിഞ്ഞ് പിന്നെ ഇനി ഒരു കൂറൽ ലുക്കിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം രാവിലെ പോയി തിരിച്ച് വീടെത്തൊരു 9:30 8 മണിയാകുമ്പോഴാണ്. ഇന്നെത്തുമ്പോൾ ഞാനൊരു 8:30 8:45 കേട്ടോ. വരണേക്ക് ഞാൻ ഹൈലൈറ്റ് മാളിൽ നിന്ന് ദോശമാവും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞപ്പോൾ ഒരു ചമ്മന്തി ചോറാണെങ്കിലും മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി തുടങ്ങി. എന്നും ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങൾ മാത്രമല്ല വേറെ ഒരാളും കൂടി ഉള്ളപ്പോൾ നമുക്കതിന് ചമ്മന്തിയും ചോറായിട്ട് ഒതുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ചിക്കൻ കറി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചിക്കൻ കഴുകുമ്പോൾ അപ്പുറത്ത് ഏട്ടൻ ഇരുന്നിട്ട് കത്തി മുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് മുറിച്ച് കൂടി ഉണ്ടോ എന്ന് നോക്കാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറെ കത്തിയെടുത്ത് മുറിച്ച് കൂട്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. നന്നായി മുറിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ചട്ടിയും ഇട്ട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരുമ്പണ കല്ലിൽ തേടുകൊണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് മുറിച്ച് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും എന്താ എൻ്റെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോഴേക്കും ഞാൻ കൈയോടക്കം തന്നെ അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒതുക്കി വൃത്തിയാക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ദോശമാവ് എല്ലാം കലക്കി ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറി ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഇതാ അതിൻ്റെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അതേപോലെ ഇതായ ഒരു പാത്രം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. നമുക്ക് ഈ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ആർക്കും പലഹാരം ഇട്ട് കൊടുക്കാനാണേലും പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കാത്തുമിക്ക് എൻ്റെ ചെറുപ്പത്തിലത്തെ സ്വഭാവമാണ്. എനിക്ക് വീട്ടിൽ അമ്മ ചിക്കൻ കറി ബീഫ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ചൂടോടൊക്കെ ഇങ്ങനെ പാത്രത്തിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേ സ്വഭാവം നമ്മൾ കാത്തുമിക്കുണ്ട്. അതിൻ്റെ ഇടയിൽ നാളേക്കുള്ള സാമ്പാറിനുള്ള അരപ്പൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നാളെ പണി എളുപ്പമാവുമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കുളിക്കാൻ വിട്ടയച്ചാൽ കുളി കഴിയാത്തതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ കുറച്ച് കഴുകി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവർ വരുമ്പോൾ നമുക്ക് ചൂടോടക്കനെ ദോശ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തണുത്ത് പോയി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അവളെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. എനിക്കെപ്പോഴും കനം കുറഞ്ഞ ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ നെയ്സായിട്ടുള്ള ദോശ തന്നെ ഉണ്ടാക്കും. നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല മുരിഞ്ഞ ദോശയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ആ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. എനിക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നാറ്. ഇപ്പോൾ അതെൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നാളല്ലാതെ വേറൊരാളും കൂടി കണ്ടാൽ അത് ആരാന്നുള്ള ചോദ്യം നിങ്ങൾ എന്തായാലും ചോദിക്കും. അതെൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് പഠിപ്പിച്ച് വർക്കുള്ളതുകൊണ്ട് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നതാണ്. ആളെ വീട് എറണാകുളം ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം എന്തായാലും നമ്മളെ വീട്ടിലുണ്ടായിരിക്കും. കാത്തുമ്മയ്ക്കാണ് ഈ ലോകത്ത് എന്തെങ്കിലും ഒന്ന് പേടിയുണ്ടെങ്കിൽ അത് പ്രാതത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ആളെ പേടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ. ബൈ.